നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി.സി. ജോർജിന് പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനോ? തന്നെ ഇല്ലാതാക്കാനുള്ള ഫോർമുല ഉരുത്തിരിഞ്ഞത് പിണറായിയുടെ അടുത്തു നിന്നെന്ന് ജോർജ് സംശയിക്കുന്നു. അതേസമയം ജോർജിന് ഗവർണർ സ്ഥാനമോ രാജ്യസഭാ MP സ്ഥാനമോ നൽകി ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഡൽഹിയിൽ നടക്കുന്നുണ്ട്. പിണറായിക്ക് തന്നോടുള്ള വിരോധത്തിന്റെ ഫലമാണ് തന്റെ സീറ്റ് നിഷേധിക്കാൻ കാരണമെന്ന് പി.സി. ജോർജ് വിശ്വസിക്കുന്നു. മാസപ്പടി കേസിൽ കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വന്നതാണ് പിണറായിക്കുള്ള വിരോധത്തിന്റെ കാരണമെന്ന് ജോർജ് വിശ്വസിക്കുന്നു. പി.സി. ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജാണ് ഇത്തരമൊരു നീക്കം തികച്ചും അപ്രതീക്ഷിതമായി നടത്തിയത്. പി.സി. ജോർജിന്റെ മകനായതുകൊണ്ട് തന്നെ നിയമപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഷോൺ ജോർജിനെ പഠിപ്പിക്കേണ്ടതില്ല. മാത്രവുമല്ല, കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള ഉപദേശം ഷോൺ ജോർജിന് ലഭിച്ചത് ദേശീയ നേതൃത്വത്തിലുള്ള ഉന്നത BJP നേതാക്കളിൽ നിന്നാണ്. എന്നാൽ ഒരു സംഘം ദേശീയ നേതാക്കൾ ജോർജിന്റെ നീക്കത്തിന് എതിരായിരുന്നു. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഏജൻസിയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല സാമ്പത്തിക അഴിമതി കേസുകളും മുൻപ് പൊതുജന മധ്യത്തിൽ എത്തിച്ചിട്ടുള്ളത്. പിണറായി വിജയനെയും മകളെയും കൂടാതെ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ UDF നേതാക്കളെയും BJP ലക്ഷ്യമിട്ടു. പിണറായിക്കൊപ്പം ഇവരെയും കുരുക്കുകയായിരുന്നു BJPയുടെ ഉദ്ദേശം. CPM നേതാക്കൾ അകത്താവുകയും കോൺഗ്രസ് നേതാക്കൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് BJP ദേശീയ നേതൃത്വം കരുതി. കോൺഗ്രസിനെയും CPMനെയും ഒരുമിച്ച് വകവരുത്തുകയാണ് ലക്ഷ്യം. എന്നാൽ നാണം കെട്ടത് പിണറായിയുടെ കുടുംബം മാത്രമാണ്. ഇതിനോട് BJP ദേശീയ നേതൃത്വം യോജിക്കുന്നില്ല. കാരണം പിണറായി അല്ല BJPയുടെ ശത്രു. വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയാണ്. വ്യവസായി ഫാരിസ് അബൂബക്കറുടെ വീട്ടിലും ഓഫീസിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷമാണ് ജോർജും പിണറായിയും നേർക്കുനേർ എത്തിയത്. ഫാരിസിൽ നിന്നും ചില നിർണായക രേഖകൾ ലഭിച്ചതായി സൂചനയുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ അടപടലം ഇളക്കാൻ കഴിയുന്ന തെളിവുകളാണ് ലഭിച്ചതെന്ന് അക്കാലത്ത് ജോർജ് ഭക്തർ പ്രചരിപ്പിച്ചിരുന്നു. മുൻപ് പി.സി. ജോർജ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ ചില തെളിവുകൾ ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രസ്തുത തെളിവുകളുടെ വിശദാംശങ്ങളാണ് ഫാരിസ് അബൂബക്കറുടെ വീട്ടിൽ നിന്നും ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫാരിസിന്റെ വീട്ടിൽ കേന്ദ്ര അന്വേഷണം എത്തിയെന്ന് അറിഞ്ഞതോടെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൽ കൂട്ട നിലവിളി കേട്ടതായി ജോർജ് പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ അമേരിക്കയിലേക്ക് പറക്കുന്നത് എന്തിന്? കേരളയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടിയോ? രോഗത്തെക്കുറിച്ച് കള്ളം പറയുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പി.സി. ജോർജിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ED. ആദ്യം ആദായ നികുതി വകുപ്പിനെ അയച്ചാണ് അന്വേഷിച്ചത് ED. വരുമ്പോൾ സംശയം തട്ടാതിരിക്കാൻ വേണ്ടിയായിരുന്നു പുതിയ നീക്കം. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ട് കുറെ മാസങ്ങളായി. പ്രാഥമിക വിവരങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യം തേടിയത്. P. ശശിയുടെ അതിബുദ്ധി മുഖ്യമന്ത്രി പിണറായി വിജയനും കുരുക്കായി മാറിയിരിക്കുകയാണ്. 90കളുടെ മധ്യത്തിൽ EK നയനാരെ കുപ്പിയിലാക്കിയ അതേ തന്ത്രം തന്നെയാണ് ശശി ഇപ്പോൾ പയറ്റുന്നത്. എന്നാൽ 1/4 നൂറ്റാണ്ട് കടന്നുപോയ വിവരം പാവം അറിഞ്ഞില്ലെന്നാണ് ജോർജ് പറയുന്നത്. ജോർജിനെതിരെയുള്ള പിണറായിയുടെ വൈരാഗ്യമാണ് ശശി സമർത്ഥമായി ഉപയോഗിച്ചത്. എന്നാൽ ശശിയുടെ കളി തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നത് പോലെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവേകം പിണറായിയുടെ വിശ്വസ്തർക്കുണ്ടായില്ല. അങ്ങനെ സംഭവിച്ചാൽ അവരെ ശശി ബാക്കി വെക്കില്ലെന്നറിയാം. ചുമ്മാതിരുന്ന ജോർജിന്റെ വായിൽ കമ്പിട്ട് കുത്തിയതുപോലെയായി കാര്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുരുതര ആരോപണങ്ങളാണ് പി.സി. ജോർജ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് രാജാവായ ഫാരിസ് അബൂബക്കറാണ്. മുഖ്യമന്ത്രിയും ഫാരിസ് അബൂബക്കറും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഉള്ളത്. ഇക്കാര്യങ്ങൾ താൻ പുറത്തു പറയുമെന്ന ഭീതിയിലാണ് തന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതെന്നും പി.സി. പറഞ്ഞു. പീഡന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. എഴുതി തയ്യാറാക്കിയ കുറിപ്പ് പി.സി. ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. ദൈവത്തിന് നന്ദി. കേസ് അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. 100% സഹകരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകി. ഇത്രയും കാലം
ഫാരിസ് അബൂബക്കർ എന്ന പേര് ഞാൻ പലതവണ പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിലും ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡോൺ ആണ്. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറുപുറമാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2012 മുതൽ കഴിഞ്ഞ 10 കൊല്ലമായി പിണറായി വിജയന്റെ എല്ലാ നിക്ഷേപങ്ങളെയും രാഷ്ട്രീയത്തെയും നീക്കങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഫാരിസ് ആണ്. 2016 ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന് മുൻകൈ എടുക്കണം. 2004 SFI-കാരെയും DYFI-കാരെയും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് സ്വന്തം മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു. വീണ വിജയൻ പിന്നീട് ഒറാങ്കിൾ എന്ന കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒറാങ്കിൾ കമ്പനിയിൽ സാധാരണ ജീവനക്കാരിയായിരുന്ന വീണ 2012 രവി പിള്ള ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവായി. ആർക്കിടെക്ട് എന്ന IT കമ്പനിയുടെ CEO ആയിട്ടാണ് വീണ ചാർജ് എടുത്തത്. പിണറായി വിജയന്റെ മകൾ എന്നല്ലാതെ എന്ത് യോഗ്യതയാണ് വീണയ്ക്കുള്ളത്? 2014 ആ പദവിയിൽ നിന്ന് എക്സാലോജിക് എന്ന കമ്പനി രൂപീകരിച്ചു. അതിലേക്ക് വന്നു ചേർന്ന സാമ്പത്തികത്തിന്റെ ഉറവിടം അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും എക്സാലോജിക്കിലൂടെയാണ് നടന്നിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എക്സാലോജിക്കിൽ നിന്ന് പോയിരിക്കുന്ന ഭൂരിഭാഗം പണവും അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ പേരിലാണോ എന്ന് സംശയിക്കുന്നു. ഇത് ED അന്വേഷിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തുടക്കത്തിൽ അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞം തുറമുഖം പദ്ധതി കൈമാറാൻ UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത പിണറായി വിജയൻ പിന്നീട് അതിനെ അനുകൂലിച്ചു. ഇപ്പോൾ അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതിന് പിന്നിലും വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പിന് കൈമാറുന്ന കാര്യത്തിലും ഇതുതന്നെയാണ് കാര്യം. വീണ വിജയന്റെ എക്സാലോജി കമ്പനി വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കണം. ഇപ്പോൾ അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഡാറ്റ എന്നത് ഒരു കച്ചവടമായി സർക്കാർ എടുത്തിരിക്കുന്നു. അതിനെല്ലാം ഇടനിലക്കാരി വീണ വിജയനാണെന്ന് ഞാൻ സംശയിക്കുന്നു. കേരളത്തിലെ തൊഴിൽ രഹിതരായ 44 ലക്ഷം പേരുടെ അടിസ്ഥാന വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുകയാണ്. ഈ വിവരങ്ങൾ സുരക്ഷിതമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കേന്ദ്രം അന്വേഷിക്കണം. ഈ വിവരങ്ങൾ കച്ചവടം ചെയ്യുകയാണോ എന്നും സംശയിക്കുന്നുണ്ട്. താൻ ആർക്കു നേരെയും ഗൂഢാലോചന നടത്തിയിട്ടില്ല, ചെയ്യുകയുമില്ല. അഴിമതിക്കാരായ ഭരണാധികാരികളെ, ജനപ്രതിനിധികളെ രാജിവെപ്പിച്ചതാണ് എന്റെ രാഷ്ട്രീയ ചരിത്രം. അഴിമതി കണ്ടു നിൽക്കില്ല. VS ആണ് തന്റെ ഗുരു. അധികാരമോഹിയല്ല ഞാൻ. പിണറായി വിജയന്റെ ഭാര്യയും മകളുമെല്ലാം അഴിമതിക്കാരാണ്. ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞാൻ തുടങ്ങിവെച്ച യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോവില്ല. ശക്തമായി പോരാടും. കേരളയിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് രാജ്യം മുഴുവൻ ആരോപിച്ചപ്പോഴും പിണറായിയോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ നിഷേധിച്ചില്ല. കേരളയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് PC ജോർജ്. ദീപിക പത്രത്തിന്റെ മുൻകാല ഉടമസ്ഥനായിരുന്ന ഫാരിസ് അബൂബക്കർ നിലവിൽ ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരനാണ്. MA ഫാരിസ് എന്ന ഫാരിസ് അബൂബക്കർ, യഥാർത്ഥ പേര് മുണ്ടയിൽ അബൂബക്കർ ഫാരിസ്. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാൾ എന്നാണ് ഫാരിസ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാൾ എന്നാണ് ഫാരിസ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ പിണറായിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ജോർജിനെ അദ്ദേഹം എങ്ങനെ വെറുതെ വിടും? മുഖ്യമന്ത്രിയുടെ ദൗർബല്യമാണ് അദ്ദേഹത്തിന്റെ മകൾ. അങ്ങനെയുള്ള മകളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ ജോർജും കുടുംബവും ശ്രമിച്ചതായി പിണറായി കരുതുന്നു. അയ്യപ്പനും കോശിയും തമ്മിലുണ്ടായിരുന്ന വിരോധത്തെക്കാൾ ആഴത്തിലുള്ളതാണിത്. ഇങ്ങനെയൊക്കെയുള്ള ജോർജിനെ തകർക്കാൻ അദ്ദേഹം എന്തും ചെയ്യും. അതാണ് പത്തനംതിട്ടയിൽ നടന്നത്. K. സുരേന്ദ്രൻ ജോർജിന് കയറ്റിയ പാര വിജയിച്ചു. അതിന് പിന്നിൽ പിണറായിയാണെന്ന് കരുതുന്ന നിരവധി നേതാക്കൾ BJP-യിലുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള നീക്കങ്ങളിൽ പിണറായിയെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഏക നേതാവ് പിണറായിയാണെന്ന് BJP നേതൃത്വം വിശ്വസിക്കുന്നു. VS-ന്റെ ശിഷ്യനാണ് ജോർജ്. ഇന്നും VS-നെ ഒരു വികാരമാക്കി ജോർജ് മനസ്സിൽ സൂക്ഷിക്കുന്നു. പണ്ട് ലാവ്ലിൻ കേസിന്റെ സമയത്ത് VS ജോർജിനെ ഉപയോഗിച്ചാണ് കരുക്കൾ നീക്കിയത്. പിണറായിയുടെ അഴിമതി കണ്ടെത്താൻ ജോർജിനെ വിദേശത്തേക്ക് വരെ VS അയച്ചു എന്നാണ് കഥ. പിന്നെ എങ്ങനെയാണ് പിണറായി ജോർജിനെ വെറുതെ വിടുക? പിണറായി നാണം കെട്ടതുപോലെ ജോർജും നാണം കെട്ടു. എന്നാൽ BJP ജോർജിനെ വെറും കൈയോടെ മടക്കില്ല. കാരണം ജോർജിന് നൊന്താൽ അനിൽ ആന്റണി അനുഭവിക്കും. അതിനാൽ വാഗ്ദാന പെരുമഴ നൽകി ജോർജിനെ ഒപ്പം നിർത്തും.
ചെയ്യുക.